രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന് ജാമ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിശദമായ വാദം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി കേട്ടിട്ടുണ്ടായിരുന്നു. അടച്ചിട്ട മുറിയിൽ രാഹുൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അറിയിക്കുന്നു. ഒപ്പം പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ അല്പസമയം മുമ്പാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ജാമ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനു മുമ്പുള്ള 2 കേസുകളിലും രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വാദം നോക്കുകയാണെങ്കിൽ ഇത് ബലാത്സംഗമല്ല അവിടെ നടന്നത്, ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് എന്നുള്ളൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രാഹുൽ. എന്നാൽ പ്രോസിക്യൂഷൻ രാഹുലിന് ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ അറിയിച്ചത്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, MLA ജയിലിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോഴത്തെ വിധിക്ക് പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിൽ നടന്നു? ഒറ്റവാക്കിലായിരുന്നു ജാമ്യമില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം വിശദമായ വാദം കേട്ടിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കേസ് പരിഗണിച്ചത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, ജയിലിൽ തുടരും. മാവേലിക്കര സബ് ജയിലിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത്. അതിജീവിതയുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത്, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ, ഈ പ്രതിക്ക് ഉന്നത സ്വാധീനമുള്ള ആളാണ്, ഇയാൾ പുറത്തിറങ്ങിയാൽ കേസിനെ ബാധിക്കും, അതിജീവിതയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു. എന്തായാലും നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്, അതിൽ കേസെടുക്കാൻ ആവില്ല. കൂടാതെ അതിജീവിതയുടെ വാട്സാപ്പ് ചാറ്റുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും നിയമവിരുദ്ധമായാണ് നടന്നതെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ അതൊന്നും കോടതി പരിഗണിച്ചില്ല. എന്തായാലും സ്വാഭാവികമായി ഇനി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോകാനുള്ള നീക്കമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ പാലക്കാട്ട് നിന്ന് അറസ്റ്റിലായ രാഹുലിനെ പിന്നീട് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡ് ചെയ്തത് മാവേലിക്കര കോടതിയിൽ കഴിയവേ വീണ്ടും 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. പിന്നീട് തെളിവെടുപ്പടക്കമുള്ള നടപടികൾ, ഈ സംഭവം നടന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികളും അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും പിന്നീട് കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ലെങ്കിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ പുറത്തിറങ്ങിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ പ്രോസിക്യൂഷനും പോലീസും അറിയിച്ചിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ കോടതിയുടെ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റവാക്കിൽ ജാമ്യമില്ല എന്നുള്ള കാര്യമാണ് കോടതി അറിയിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ജയിലിൽ തന്നെ തുടരും. അമൃത, രാഹുലിന്റെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ജോസി, അഭിഭാഷകർ ആരെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അമൃത, തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കുക എന്നതാണ് രാഹുലിന് മുൻപിലുള്ള ഇനിയുള്ള പോംവഴി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടം MLA ജാമ്യത്തിനായി സമീപിക്കുമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇന്ന് അതിനുള്ള നീക്കം ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിപ്പകർപ്പുമായി പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് പോകുന്നതിനുള്ള നടപടികളായിരിക്കും പ്രതിഭാഗം സ്വീകരിക്കുക. എന്നാൽ ഉടൻ തന്നെ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാനിടയില്ല, പിന്നീടത്തേക്ക് ആയിരിക്കും അത് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും മൂന്നാമത്തെ കേസിൽ, ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് നടപടികളിലും ഇത്തരത്തിൽ കോടതി നടപടികളിലേക്ക് കടക്കുന്നത്. ആദ്യ 2 കേസുകളിലും രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഈ കേസിൽ ഇപ്പോൾ കോടതി നടപടികൾക്ക് വിധേയമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം MLAക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കേസിലെ പ്രത്യേകത. അല്ലെങ്കിൽ ഈ പരാതിക്കാരി 31 വയസ്സുകാരിയായ അതെ, അതാണ് അറിയേണ്ടത്. ജോസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 കേസുകൾ, ഇതിപ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ കേസാണ്. കഴിഞ്ഞ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ കേസിൽ എന്നാൽ ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയാണ്. അപ്പോൾ മറ്റ് 2 കേസുകളെ അപേക്ഷിച്ച് ഈ ഒരു കേസിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്? എന്തൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവിലേക്ക് കോടതി കടക്കാനുള്ള കാരണം?
ഈ കേസിൽ ഗൗരവതരത്തിലുള്ള പല തെളിവുകളും വിവരങ്ങളും പ്രോസിക്യൂഷൻ കോടതിന് മുൻപിൽ ഇന്നലെ നടന്ന വിശദമായ വാദത്തിൽ വെച്ചു. പ്രധാനമായും ഉന്നത സ്വാധീന രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് ഈ പ്രതി എന്നുള്ളത്. അയാൾ പുറത്തു വന്നാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയാണ് അടക്കമുള്ള കാര്യങ്ങൾ ഇത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കൂടാതെ അതിജീവിതകൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ അധിക്ഷേപവും അടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു. പുറത്തിറങ്ങിയാൽ കേസിനെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെയുമുള്ള ഇടപെടൽ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതേസമയം പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. അതിൽ ബലാത്സംഗ കേസ് നിലനിൽക്കില്ല. അറസ്റ്റ് നടപടികൾ അടക്കം ഇത്തരത്തിൽ നിയമപ്രകാരമല്ല ഉണ്ടായത്. കൂടാതെ ഉഭയസമ്മത പ്രകാരമെന്ന് തെളിയിക്കത്തക്ക തരത്തിൽ വാട്സാപ്പ് ചാറ്റുകളൊക്കെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദവും കോടതി പരിഗണിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദമുഖങ്ങളൊക്കെയും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാവേലിക്കര ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം ജയിലിൽ തുടരുകയും ചെയ്യും. എന്തായാലും ഇനി സ്വാഭാവികമായും മേൽക്കോടതിയെ സമീപിക്കും, ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരവും ഉണ്ട്. എന്തായാലും നേരത്തെയുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള ഒരു കോടതി നടപടികളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരുന്നില്ല. നമുക്കറിയാം ആദ്യ കേസ് വന്നത് അതിലേക്ക് അറസ്റ്റ് നടപടികളിലേക്ക് ഘട്ടം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയി. പോലീസിനെയും അന്വേഷണ സംഘത്തെയും SITയെയും പട്ടം ചുറ്റിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ നോട്ട് ടു അറസ്റ്റ് എന്ന അറസ്റ്റ് പാടില്ല എന്നുള്ള കോടതി ഉത്തരവിന്റെ പ്രകാരമാണ് പിന്നീട് നാട്ടിൽ പൊങ്ങിയത്. അതിനുശേഷം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുകയും അവിടെയൊക്കെയും പരിപാടികളിൽ സജീവമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും മൂന്നാമത്തെ കേസ് വരുന്നത്.